നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് മങ്കരയിൽ നിന്നുമാണ്. മങ്കരയിൽ നിന്നും രശ്മിയാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. എൻ്റെ ഭാഗ്യരത്നം ഏതാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. കുറച്ചുനാൾ മുമ്പ് എൻ്റെ ജാതകം പരിശോധിപ്പിച്ച് വജ്രം ആണ് ഭാഗ്യരത്നം എന്ന് മനസ്സിലാക്കിയിരുന്നു. അതിൻ പ്രകാരം വജ്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കഷ്ടപ്പാടുകൾ കുറയുന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും വിഷമതകളാണ് അനുഭവത്തിലായിട്ട് വരുന്നത്. ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. ബിസിനസ്സിൽ പരാജയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് പരിഹാരം എന്നാണ് രശ്മി എഴുതി ചോദിച്ചിരിക്കുന്നത്. 1980 ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് രശ്മി ജനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം 7:30 പൂരം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പൂരം നക്ഷത്രം, ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ ശുക്രനാണ്. ആ ഒരു കാരണത്താലായിരിക്കാം ആ ശുക്രൻ്റെ രത്നമായിരിക്കുന്ന വജ്രം അഥവാ ഡയമണ്ട് നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തന്നിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ രാഹുദശയാണ് 2010 മുതൽ 2028 മെയ് വരെ. അത് രാഹുദശയിൽ ഇപ്പോൾ ശുക്രൻ്റെ അപഹാരമാണ് 2024 നവംബർ വരെ. ആ ഒരു കാരണത്തെ കൊണ്ടും ആകാം ഒരു പക്ഷേ ഡയമണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ജാതകവശാൽ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റിയ രത്നമല്ല ഡയമണ്ട് അഥവാ വജ്രം. കാരണം മേടം രാശിയാണ് നിങ്ങളുടെ ലഗ്നം. ലഗ്നാൽ 2-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ. സോ മാരകനാണ് നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ. മാരകൻ്റെ രത്നം ധരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളാണ്, മരണതുല്യമായിരിക്കുന്ന വിഷമതകൾ അനുഭവമാകുന്നതാണ് പറയാം. ഗുളിക ഭവനാധിപൻ കൂടിയായ മാരകനായിരിക്കുന്ന ശുക്രൻ്റേതായിരിക്കുന്ന രത്നം അഴിച്ചു മാറ്റുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ആദ്യം ചെയ്യേണ്ട പരിഹാരം എന്നുള്ളത്, രത്നം ധരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ 4-ാം ഭാവത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്തിൻ്റെ അധിപതിയുടെയും അതുപോലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ അധിപൻ്റെയും രത്നം ധരിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും 5-ാം ഭാവാധിപനായിരിക്കുന്ന സൂര്യൻ്റെ രത്നമായ മാണിക്യരത്നം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. എങ്കിലും ഇപ്പോൾ രത്നം ധരിക്കുന്നതിനേക്കാൾ കുറേ കൂടി അഭികാമ്യമായിട്ട് പറയുന്നത് ദോഷപരിഹാരാർത്ഥമായിട്ട് ധരിക്കാവുന്ന യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം പറയുന്നത്. കാരണം ഇപ്പോൾ രാഹുദശാകാലാണ് നടക്കുന്നത്. 2028 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം രാഹുദശയാണ്. കർക്കിടകം രാശി നിൽക്കുന്നതായിരിക്കുന്ന രാഹുവാണ്. ഗുണദോഷ സമ്മിശ്രത്തിൽ ഒരല്പം ദോഷത്തിന് പ്രാധാന്യമുള്ള സമയമാണ് രാഹുദശാകാലം. രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിരിക്കുന്ന പരിഹാരകാര്യങ്ങൾ ഈ സമയത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. സർപ്പത്തിങ്കൽ 100 പാലും വഴിപാടുമെല്ലാം തന്നെ ചെയ്യാം. അതുപോലെ തന്നെ സർപ്പബലി മുതലായുള്ള വഴിപാടുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഗുണകരമായിരിക്കുന്ന കാര്യങ്ങളാണ്. കൂടാതെ ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ രാഹുദശയുടെ ദോഷകഠിനതയെ ഓവർകം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ആ ചൊവ്വ സ്വക്ഷേത്രമായിരിക്കുന്ന വൃശ്ചിക രാശിയിലെ യുഗ്മരാശി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചാമുണ്ഡി ഭദ്രകാളിയാദ്യ സചേത് യുഗ്മസമാശ്രിത എന്നുള്ള പ്രമാണപ്രകാരം ഭദ്രകാളി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാകാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. മാസം പ്രതി ജന്മനക്ഷത്രം തോറും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന വഴിപാട് നടത്തിക്കുന്നത് ഗുണകരമാണ്. കൂടാതെ ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയുടെ യന്ത്രമായ അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ഏലസിലായിട്ട് ധരിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ഡയമണ്ട് എന്നുള്ളതായിരിക്കുന്ന രത്നം അഴിച്ചു മാറ്റുക, അശ്വാരൂഢ യന്ത്രം ധരിക്കാം, ഈ പറഞ്ഞ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകൾ ചെയ്യുക. രത്നം ധരിക്കണം എന്നുള്ളതായിരിക്കുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ മാണിക്യരത്നം അഥവാ റൂബി ധരിക്കാവുന്നതാണ്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചുള്ളത് വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം: KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447 320192.
ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.